കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം. ഇത്തരത്തിൽ ഒരു ധവളപത്രം ധനവകുപ്പിലെ പ്രത്യേകമായ കണക്കുകൾ AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് എന്നാണ് മുൻ ധനമന്ത്രി TM തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ RBIക്ക് കൂടുതൽ നോട്ടുകെട്ടുകൾ അടിച്ചിറക്കിക്കൂടെ എന്ന് ചോദിച്ച ഒരു വ്യക്തി കൂടിയാണ് TM തോമസ് ഐസക് എന്ന കാര്യം ശ്രദ്ധേയം. AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്ര കൃത്യമായി കണക്കുകൾ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വിശദീകരണം കൂടി നൽകണം എന്ന് UDFും അതുപോലെ മുഖ്യമന്ത്രിയും UDF നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കിഫ്ബി എന്താണ്? കിഫ്ബിയെക്കുറിച്ച് നമ്മൾ കാലങ്ങളായി ചർച്ച ചെയ്യുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഡോക്ടർ TM തോമസ് ഐസക് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് കിഫ്ബി. ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കിഫ്ബിയിലൂടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച്, കോടികളുടെ പദ്ധതികളൊക്കെ തന്നെ കിഫ്ബിയിലൂടെ നടപ്പിലാക്കി എന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും അവകാശവാദം. പക്ഷേ ഈ കിഫ്ബി ഒരു വെള്ളാനയാണെന്നും ഒരു രണ്ടാം സർക്കാരായി, രണ്ടാം ട്രഷറിയായി പ്രവർത്തിച്ച് ജനങ്ങളെ പറ്റിക്കലാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് എന്ന വാദമാണ് UDFും കോൺഗ്രസും മുഖ്യമന്ത്രി VD സതീശനും ഒക്കെ തന്നെ ഉന്നയിച്ചത്. വാർഷിക പദ്ധതി വെട്ടിച്ചുരുക്കിയാലും ചെലവ് 100% കടക്കുന്നതിൻ്റെ പിന്നിലെ തന്ത്രം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ധവളപത്രം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ഇതിനും ഉപയോഗിക്കുന്നത് കിഫ്ബിയാണ് എന്നാണ് ധവളപത്രത്തിലെ സൂചനകൾ. കിഫ്ബി വാർഷിക പദ്ധതിയുടെയോ ബജറ്റിൻ്റെയോ ഭാഗമല്ല, എന്നാൽ അതിൻ്റെ ചെലവ് കൂടി വാർഷിക പദ്ധതി ചെലവിൻ്റെ ഭാഗമായി എഴുതി ചേർക്കുകയാണ്. കഴിഞ്ഞ 2 LDF സർക്കാരുകളും ഇതാണ് ചെയ്തിരുന്നത്. ഇതോടെ പണമില്ലാതെ പദ്ധതി അടങ്കൽ വെട്ടിച്ചുരുക്കിയാലും രേഖകളിലെ ചെലവ് 100% അധികമെത്തും. അതായത് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കൂടി അത് പദ്ധതി നടപ്പിലാക്കിയതായി രേഖാമൂലം കണക്കാക്കും എന്നതാണ്. അതായത് സാങ്കേതികമായി പദ്ധതി നടപ്പിലാക്കി, പക്ഷേ പദ്ധതി നടപ്പിലായിട്ടില്ല, അല്ലെങ്കിൽ പദ്ധതി വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തത്. ഇത് കിഫ്ബിയിലൂടെ സാധ്യമാകും എന്നാണ് ഈ ധവളപത്രത്തിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. കിഫ്ബിക്ക് പുറമെ KSRTCക്ക് വർഷം തോറും നൽകുന്ന സഹായധനവും മറ്റ് ചില ഏജൻസികളുടെയും ഒക്കെ ചെലവ് പദ്ധതി ചെലവിൽ ചേർക്കുന്നതായി ധവളപത്രം പറയുന്നു. 2017-18 മുതൽ 24-25 വരെയുള്ള വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പദ്ധതി ചെലവ് ആകെ 2 വർഷം മാത്രമാണ് 100%-ൽ താഴെയായത്. മറ്റു വർഷങ്ങളിലെല്ലാം 100%-ന് പുറത്തായിരുന്നു. ഈ 100% പദ്ധതികൾ, അല്ലെങ്കിൽ 100%-ൻ്റെതായ പദ്ധതികൾ ഏതെങ്കിലും ഒരു നാട്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലോ മറ്റ് ഏജൻസികൾക്കോ സർക്കാർ ഏജൻസികൾക്ക് കീഴിലോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. പദ്ധതി ചെലവ് 50% വരെ നിയന്ത്രിക്കാൻ ഉത്തരവിറക്കിയ 24-25 ചെലവ് 135.95%. ആ വർഷം 30,370 കോടിയായിരുന്നു പദ്ധതികൾക്ക് വിലയിരുത്തിയിരുന്നത്. എന്നാൽ ചെലവായത് 41,287 കോടി എന്നാണ് കണക്ക്. ക്ഷേമ പദ്ധതികൾക്ക് കിട്ടുന്നത് 10-ൽ വെറും 3 രൂപ മാത്രമാണ്. ആകെ നോക്കുകയാണെങ്കിൽ റവന്യൂ വരുമാനത്തിൽ 70%-ലേറെ ശമ്പളവും പെൻഷനും പലിശയ്ക്കും ചെലവാക്കുന്നു. പിരിഞ്ഞു കിട്ടുന്ന 10 രൂപയിൽ 7 രൂപയും ഇങ്ങനെ ചെലവിടണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്നു. ശേഷിക്കുന്ന ഈ 3 രൂപയാണ് മറ്റ് ചെലവുകൾക്കും പദ്ധതികൾക്കും ഉപയോഗിക്കുന്നത്. പലിശ ചെലവ് 20%-ന് മുകളിലാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ തന്നെ വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ സാങ്കേതികവും അതുപോലെ പേപ്പറിൽ എഴുതിയ കണക്ക് പ്രകാരവുമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഈ 2 വർഷവും 2 തവണയും 10 വർഷവും LDF സർക്കാർ ഇവിടെ ധനവകുപ്പ് ഭരിച്ചിരുന്നത്, പദ്ധതികൾക്ക് പൈസ ചെലവാക്കിയിരുന്നത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കൽ മാത്രമാണ്. പക്ഷേ എഴുതി എടുക്കുന്നത്, അല്ലെങ്കിൽ എഴുതി വയ്ക്കുന്നത് കൃത്യമായ തുകയുമാണ്. 10 രൂപ എന്നെഴുതി വെച്ചിട്ട് ചെലവാകുന്നത്, അല്ലെങ്കിൽ ചെലവാക്കുന്നത് 3 രൂപ മാത്രമാണ്. പക്ഷേ 10 രൂപ ചെലവാക്കിയതായി കാണിച്ച് 10 രൂപ ചെലവാക്കി എന്ന് ബജറ്റിൽ അടക്കം, മന്ത്രിസഭാ സമ്മേളനത്തിൽ അടക്കം, നിയമസഭാ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ നാടകം കളിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ് എന്നും സർക്കാർ വൃത്തങ്ങൾ സൂചനകൾ നൽകുന്നു.